നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന പേപ്പറിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ അധ്യായം ഫോറിൻ ട്രാവലേഴ്സ് ഇൻ ഏർലി മീഡിയവൽ ഇന്ത്യ ആൻഡ് ദെയർ അക്കൗണ്ട്സ് എന്ന പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ബട്ടൂട്ടയെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പോൾ ബട്ടൂട്ട ഒരു മൊറോക്കൻ ട്രാവലർ ആണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്ത കാലഘട്ടം ഏകദേശം ഒരു 1333 CE കാലഘട്ടത്തിലാണ് ബട്ടൂട്ട ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാൻ വഴിയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത്. മുഹമ്മദ് ബിൻ തുഗ്ലക് ആ സമയത്ത് ഇന്ത്യയിൽ എംപയർ ബിൽഡ് ചെയ്യായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ജോലിക്കാരെ ആവശ്യമുണ്ടായിരുന്നു. അതായത് ജഡ്ജസ് ആയിട്ടും സ്കോളേഴ്സ് ആയിട്ടും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടും റൈറ്റേഴ്സ് ആയിട്ടും പോയറ്റ്സ് ആയിട്ടും ഒക്കെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ടായിരുന്നു. കാരണം ബട്ടൂട്ട ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്ത സമയത്ത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇന്ത്യയിലെ എംപയർ ബിൽഡ് ചെയ്യായിരുന്നു. അപ്പം ബട്ടൂട്ടയ്ക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കൊടുത്തൊരു സ്ഥാനം ഖ്വാസി ഓഫ് ഡൽഹി ആയിട്ടാണ്. അതായത് അണ്ടർ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹിയുടെ ഖ്വാസി ആയിട്ടാണ് ബട്ടൂട്ടയ്ക്ക് ഒരു സ്ഥാനം കൊടുത്തത്. അപ്പം ഇവര് മെയിനായിട്ടും കാരണം ഇദ്ദേഹത്തിന് പേർഷ്യൻ സംസാരിക്കാൻ അറിയാമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് 2 അസിസ്റ്റൻസിനെ കൂടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ടൂട്ടയ്ക്ക് ഏറ്റവും കൂടുതലും ക്രെഡിറ്റ് കിട്ടിയ ഒരു വർക്ക് എന്ന് പറയുന്നത് കിതാബുൽ റഹ്ല എന്നുള്ള പുസ്തകത്തിനാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാല് ആ സമയത്ത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന കൾച്ചർ എന്താണ്, സിസ്റ്റംസ് എന്താണ്, ലിറ്ററലി എന്താണ്, മിലിറ്ററി പോസ്റ്റൽസ് എന്താണ്, ട്രേഡിംഗ് കസ്റ്റംസ് എന്താണ്, അഗ്രികൾച്ചർ എന്താണ്, മാനർ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ബുക്കിൽ. അതുകൊണ്ടാണ് ആ ഒരു പുസ്തകത്തിന് അദ്ദേഹത്തിന് കിതാബുൽ റഹ്ല എന്ന വർക്കിലൂടെ അദ്ദേഹത്തിന് ഒരു അക്രഡിഷൻ കിട്ടിയത്. ബട്ടൂട്ട എന്നിട്ട് സൗത്തിലേക്കാണ് ട്രാവൽ ചെയ്തത്. ആദ്യമായിട്ട് അദ്ദേഹം അറൈവ് ചെയ്തത് ഡിക്കാനിലാണ്. അവിടെ അദ്ദേഹം മറാഠാസിനെ കുറിച്ചിട്ടും ഈ ഒരു ഇന്ത്യൻ റീജിയനെ കുറിച്ചിട്ടും ഒക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് അദ്ദേഹം കളക്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ട്രാവൽ ചെയ്തത് കാലിക്കറ്റിലേക്കാണ്. കേരളത്തിലെ കാലിക്കറ്റ് എന്ന സ്ഥലത്തിലേക്കാണ് അദ്ദേഹം ട്രാവൽ ചെയ്തത്. എന്നിട്ട് മലബാറിന്റെ കൊമേഴ്സ് ആൻഡ് ട്രേഡിനെ കുറിച്ചിട്ട് ഉള്ള ഇൻഫർമേഷൻസ് അദ്ദേഹം കളക്ട് ചെയ്തത് ഈ ഒരു കൊല്ലം ആൻഡ് കാലിക്കറ്റ് പോർട്ടിലൂടെയാണ് മലബാറിന്റെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ വർക്കില് അദ്ദേഹം ഇന്ത്യൻ മെർച്ചൻസിനെ കുറിച്ചിട്ടും ഇന്ത്യയുടെ ഫേമസ് ആയിട്ടുള്ള ഡിഷ് റസോയിയെ കുറിച്ചിട്ടും അദ്ദേഹം മെൻഷൻ ചെയ്തു. റസോയി അദ്ദേഹം പറഞ്ഞത് മീറ്റ് വെച്ചിട്ടും റൈസ് വെച്ചിട്ടും കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടും മെയ്ഡ് ചെയ്യുന്ന ഒരു ഡിഷായിട്ടാണ് റസോയി അദ്ദേഹം പറഞ്ഞത്. അപ്പം ഇന്ത്യൻ മെർച്ചൻസിനെ കുറിച്ചിട്ടും ഡിഷായിട്ടുള്ള റസോയിയെ കുറിച്ചിട്ടും കൂടെ അദ്ദേഹത്തിന്റെ വർക്കിൽ മെൻഷൻ ചെയ്തിരുന്നു. ബട്ടൂട്ട ഏകദേശം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഈവൻസിനെ കുറിച്ചിട്ടും അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതേപോലെ ഇന്ത്യയുടെ സോഷ്യൽ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടും ബട്ടൂട്ട എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കില്, അതായത് ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിൽ ഏറ്റവും കൂടുതലും റോയൽ മീൽസ്, സീസണൽ ഫ്രൂട്ട്സ്, ഫുഡ് ഹാബിറ്റ്സിനെയൊക്കെ കുറിച്ചുകൂടെ റെഫർ ചെയ്യുന്നുണ്ട് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പം ഏറ്റവും കൂടുതലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വർക്കാണ് കിതാബുൽ റഹ്ല. അതെങ്ങനെയാണ് അദ്ദേഹത്തിന് അക്രഡിഷൻ കൊടുത്തതെന്ന് പറഞ്ഞാല് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇന്ത്യയിൽ എംപയർ ബിൽഡ് ചെയ്യുന്ന സമയത്താണ് അഫ്ഗാനിസ്ഥാനിലൂടെ അദ്ദേഹം ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ അണ്ടറില് ഖ്വാസി ഓഫ് ഡൽഹി ആയിട്ടാണ് അദ്ദേഹത്തിന് പൊസിഷൻ കിട്ടിയത്. കാരണം അദ്ദേഹത്തിന് പേർഷ്യൻ സംസാരിക്കാൻ അറിയില്ലായിരുന്നു. കൂടാതെ മറ്റു 2 അസിസ്റ്റൻസിനെ കൂടെ അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തില് ഇന്ത്യ ആ ഒരു സമയത്തുണ്ടായിരുന്ന കൾച്ചർ, സിസ്റ്റംസ്, മാനേഴ്സ്, അഗ്രികൾച്ചർ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് ആ ഒരു വർക്കിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കിതാബുൽ റഹ്ല എന്ന വർക്കിലൂടെ അദ്ദേഹത്തിന് അക്രഡിഷൻ കിട്ടിയത്. അപ്പൊ ഇതാണ് ബട്ടൂട്ടയുടെ കാര്യം. അടുത്തത് പറയാനുള്ളത് മാർക്കോ പോലോ ആണ്.
അപ്പൊ മാർക്കോ പോലോ ജനിച്ചത് ഒരു മെർച്ചന്റ് ഫാമിലിയിലാണ്. അദ്ദേഹത്തിന്റെ ട്രാവൽസിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ദ മില്യൺ എന്ന എന്ന വർക്കിലാണ് ഉള്ളത്. അത് ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോലോ എന്നും ദ മില്യൺ എന്നുള്ള വർക്ക് അറിയപ്പെടുന്നു. അപ്പം അദ്ദേഹം തഞ്ചാവൂരിനടുത്തുള്ള തമിഴ് പാണ്ഡ്യാരുടെ കിങ്ഡത്തിലാണ് അദ്ദേഹം എൻ്റർ ചെയ്തത്. അപ്പൊ അദ്ദേഹം സൗത്തേൺ ഇന്ത്യയില് രുദ്രമാദേവിയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം സൗത്തേൺ ഇന്ത്യ വിസിറ്റ് ചെയ്തത്. അപ്പം അദ്ദേഹം ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം കളക്ട് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത് പറഞ്ഞത് ഇന്ത്യൻ ക്ലൈമറ്റിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ ക്ലൈമറ്റ് ഭയങ്കര ഹോട്ടാണ്, ചൂടാണ് എന്നുള്ളതാണ് അദ്ദേഹം ഒന്നാമത് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത് ഇന്ത്യക്കാരുടെ പ്രാദേശിക ഭക്ഷണം റൈസ് ആണ്, ചോറാണ്. അപ്പം അദ്ദേഹം ബട്ടൂട്ടയിൽ പറഞ്ഞു ഓർക്കുന്നുണ്ട്. അതായത് ബട്ടൂട്ട ഇന്ത്യൻ മെർച്ചൻസിനെ കുറിച്ചിട്ടും ഇന്ത്യൻ റസോയിയെ കുറിച്ചിട്ടും മെൻഷൻ ചെയ്തു അദ്ദേഹത്തിന്റെ വർക്കിൽ നിന്ന്. അപ്പം റസോയി എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് റൈസ് കൊണ്ടും മീറ്റ് കൊണ്ടും കോക്കനട്ട് മിൽക്ക് കൊണ്ടും. അപ്പം ഇന്ത്യക്കാരുടെ ഒരു പ്രാദേശിക ഭക്ഷണമാണ് റൈസ് എന്നാണ് മാർക്കോ പോലോ പറഞ്ഞത്. അടുത്തത്, ഇന്ത്യക്കാര് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലാതെയൊക്കെ കൂടുതലായിട്ടും അവരിയ്ക്കുന്നത് എർത്തിലാണ്. എർത്തിൽ എന്ന് പറഞ്ഞാൽ നിലത്താണ് ഇരിക്കുന്നത് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പൊ മാർക്കോ പോലോ ഇന്ത്യയിൽ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ് ഇന്ത്യക്കാരെ നിലത്തിരിക്കുന്നവരാണെന്ന്. ഭക്ഷണം കഴിക്കുമ്പോഴായിക്കോട്ടെ മറ്റു വർക്കുകൾ ചെയ്യുമ്പോഴായിക്കോട്ടെ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് നിലത്താണ്. ഫോറിനേഴ്സ് ആണെങ്കിലും നിലത്തല്ലല്ലോ ഇരിക്കുന്നത്. അപ്പം അതാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ അതിശയോക്തിയായിട്ടുള്ള ഒരു കാര്യം, അതിശയം നൽകിയ ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല അവര് റൈറ്റ് ഹാൻഡ് കഴിക്കാനും മറ്റ് നല്ല കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നത്. നല്ലതല്ലാത്ത ഇത്തിരി ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നതെന്നും മാർക്കോ പോലോ പറഞ്ഞു. വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ട് അവർക്ക് രാത്രി വേണമെങ്കിലും പുറത്തിറങ്ങാം എന്നുള്ളതും, അതായത് ഇന്ത്യക്കാർക്ക് എത്ര വിലപിടിപ്പുള്ള കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും രാത്രി പുറത്തുകൂടെ നടക്കാം എന്നുള്ള കാര്യം മാർക്കോ പോലോ കണ്ടെത്തി. ആൾക്കാര് ബീഫ് കഴിക്കില്ല, പക്ഷെ അവിടെ ആൽക്കഹോളും മറ്റ് ഡ്രിങ്ക്സിന്റെ ഒക്കെ കൺസംഷൻ പ്രിവെയിൽഡ് ആണെന്നും അദ്ദേഹം കണ്ടെത്തി. മീറ്റ് കഴിക്കില്ലെങ്കിലും ആൽക്കഹോളും മറ്റ് ഡ്രിങ്ക്സ് ഒന്നും പ്രശ്നമല്ല, പ്രിവെയിൽഡ് ആണ് എന്നുള്ള കാര്യങ്ങളും അദ്ദേഹം കണ്ടെത്തി. എല്ലാ ആൾക്കാർക്കും കുടിക്കാനുള്ള ബോട്ടിൽ, അവരുടെ വെസൽസ് അവരവരുടേത് തന്നെ ഉണ്ട്. അതായത് ഒരാള് വേറെ ഒരാളുടെ ഡ്രിങ്കിങ് വെസൽ എടുക്കില്ല. ഇനി അഥവാ എടുക്കേണ്ടി വന്നാൽ പോലും അവര് എങ്ങനെയാണ് വെച്ച് കുടിക്കില്ല എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പം അതേപോലെ അത്രയും മാനേഴ്സ് ആണ് ഇന്ത്യക്കാർ കാണിക്കുന്നതെന്നാണ് മാർക്കോ പോലോ കണ്ടെത്തിയ അടുത്ത ഒരു വിശേഷണം. അടുത്തത് ആനിമൽസ് ലൈക്ക് ലയൺസ്, ലിയോപാഡ്സ്, ലിൻക്സസ്, പീകോക്ക് തുടങ്ങിയിട്ടുള്ള ലയൺസ് ഒക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ അധികമാണ്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള അനിമൽസ് കൂടുതലാണെന്നും ചില മങ്കീസ് അവരുടെ അപ്പിയറൻസ് ഡിഫറെന്റ് ആണെന്നും മാർക്കോ പോലോ കണ്ടെത്തി. അപ്പം മാർക്കോ പോലോയെ കുറിച്ച് പറയുമ്പോൾ അവരെന്താണ് മെർച്ചന്റ് ഫാമിലിയിലാണ് ജനിച്ചത്. അദ്ദേഹം ദ മില്യൺ എന്ന വർക്കിലാണ് അദ്ദേഹത്തിന്റെ ട്രാവൽസിനെ കുറിച്ച് പറയുന്നത്. ദ മില്യൺ എന്ന വർക്ക് ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോലോ എന്നും അറിയപ്പെടുന്നെന്ന് പറഞ്ഞു. തഞ്ചാവൂരിനടുത്തുള്ള തമിഴ് പാണ്ഡ്യയുടെ കിങ്ഡത്തിലൂടെയാണ് അദ്ദേഹം എൻ്റർ ചെയ്തതെന്ന് പറഞ്ഞു. രുദ്രമാദേവിയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത്. ആ സമയത്താണ് അദ്ദേഹം ഇന്ത്യൻ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അക്കൗണ്ട് ചെയ്തത്. അതിലെന്താണ് പറഞ്ഞത്? ആദ്യത്തെ കാര്യം, ഇന്ത്യയിൽ ഭയങ്കര ഹോട്ടാണ്. ഇന്ത്യക്കാരുടെ പ്രാദേശിക ഭക്ഷണം റൈസ് ആണ്. ഇന്ത്യൻ ആൾക്കാരെ നിലത്താണ് കൂടുതലായിട്ട് ഇരിക്കാറ്. അവര് റൈറ്റ് ഹാൻഡ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇൻക്ലൂഡിങ് ഫുഡ് കഴിക്കാനും, ലെഫ്റ്റ് ഹാൻഡ് മോശപ്പെട്ട കാര്യങ്ങൾ, ഇത്തിരി ബാഡ് കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. രാത്രി പോലും വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ട് രാത്രിയിലൂടെ വേണമെങ്കിലും പുറത്തിറങ്ങി നടക്കാം എന്നും അദ്ദേഹം പറഞ്ഞു. മീറ്റ് ഇവിടെ പ്രൊഹിബിറ്റഡ് ആണെങ്കിലും മറ്റ് ഡ്രിങ്ക്സ്, ആൽക്കഹോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രിവെയിൽഡ് ആണെന്നും അവര് കണ്ടെത്തി. എല്ലാ ആൾക്കാർക്കും ഡ്രിങ്ക് ചെയ്യാൻ അവരുടേതായിട്ടുള്ള സ്വന്തം വെസൽസ് ഉണ്ടായിരുന്നു. അതായത് എല്ലാ ആൾക്കാരും വേറൊരാളുടെ വെസൽ അവരെ യൂസ് ചെയ്യില്ലായിരുന്നു. ഇനി അഥവാ വേറെ ആളുടെ വെസൽസ് അവരെ യൂസ് ചെയ്യേണ്ടി വന്നാൽ, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ തന്നെ അവരെ മൗത്ത് ടച്ച് ചെയ്യാതെയായിരുന്നു അവര് യൂസ് ചെയ്തിരുന്നത്. പിന്നെ പറഞ്ഞത് അനിമൽസ്, അതായത് ലയൺസ്, ലിയോപാഡ്സ്, ലിൻക്സസ്, പീകോക്സ് പോലെയുള്ള അനിമൽസ് അവിടെ എണ്ണത്തിൽ കൂടുതലാണ് ഇന്ത്യയിൽ. കൂടാതെ ചില മങ്കീസ് അവരുടെ അപ്പിയറൻസ് ഡിഫറെന്റ് ആണെന്നുമായിരുന്നു അദ്ദേഹം കണ്ടെത്തിയത്.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്ത് പഠിക്കാനുള്ളത് അമീർ ഖുസ്രയെ കുറിച്ചിട്ടാണ്. അപ്പൊ സൂഫി സെയിന്റ് അമീർ ഖുസ്ര നിസാമുദ്ദീൻ ഔലിയുടെ സ്പിരിച്വൽ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പം അദ്ദേഹം ഒരു സ്പിരിച്വൽ സ്റ്റുഡന്റ് ആയിരുന്നു. സ്പിരിച്വാലിറ്റിയിൽ സ്പിരിച്വൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനായിരുന്നു അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നത്. അദ്ദേഹം സ്പിരിച്വൽ സ്റ്റുഡന്റ് അല്ലാതെ കൂടാതെ തന്നെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനും പോയറ്റും കൂടെയായിരുന്നു. അപ്പൊ അദ്ദേഹം പോയറ്റ് കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന ഒരു ലാംഗ്വേജ് ആണ് പേർഷ്യൻ. അദ്ദേഹത്തിന്റെ ഖാലിഖ് ഇ ബാരി എന്നുള്ളതാണ് വേൾഡിലെ ആദ്യത്തെ പ്രിന്റഡ് ഡിക്ഷണറി. അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതലും ഉപയോഗിച്ചിരുന്നത് പേർഷ്യനും ഹിന്ദി വേർഡ്സും കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഡിക്ഷണറിയിൽ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ആദ്യത്തെ പ്രിന്റഡ് ഡിക്ഷണറി ആണ് ഖാലിഖ് ഇ ബാരി. അത് അമീർ ഖുസ്രയുടേതായിരുന്നു. അദ്ദേഹം ഫാദർ ഓഫ് ഖവാലി എന്നാണ് അറിയപ്പെടുന്നത്. ഖവാലി എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ മ്യൂസിക് ആണ്. അപ്പൊ ഖവാലി, ഫാദർ ഓഫ് ഖവാലി എന്നാണ് അമീർ ഖുസ്ര അറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ അതില് പേർഷ്യനും അറബിക് ഫോമും കൂടെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിൽ മിക്സ് ചെയ്തിരുന്നു, ആഡ് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം ഒരുപാട് റെക്കഗ്നിഷൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ക്ലാസിക്കലില് പേർഷ്യനും അറബിക് ഫോമും കൂടെ ആഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് റെക്കഗ്നിഷൻ അത് നേടിക്കൊടുത്തിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഖയാൽ ആൻഡ് തരണ മ്യൂസിക് ജനറസിനും കൂടെ അദ്ദേഹം ഒരുപാട് അറിയപ്പെട്ടിരുന്നു. അപ്പം അദ്ദേഹം മ്യൂസിക്കൽ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് അറിയപ്പെട്ടിരുന്നു. ഒന്നാമത്തേതാണ് ഖയാൽ ആൻഡ് തരാണ മ്യൂസിക്കൽ ജനറസ്. അതുകൂടാതെ ഫാദർ ഓഫ് ഖവാലി എന്നും കൂടെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് സുൽത്താൻസ് ആയിട്ട് അദ്ദേഹത്തിന് കണക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ സുൽത്താനുമായിട്ടുള്ള ബന്ധം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി അദ്ദേഹത്തിന്റെ മ്യൂസിക്കലില് അതായത് ഹിന്ദുസ്ഥാനി മ്യൂസിക്സിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തതാണ് ഖവാലി. ഖവാലി എന്ന് നമ്മൾ പറഞ്ഞു, ഫാദർ ഓഫ് ഖവാലി എന്നറിയപ്പെടുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പൊ ഖവാലി ഒരു മ്യൂസിക് ആണ്. അത് തബല, ഗിത്താർ, തരാന ആൻഡ് സൂഫി മ്യൂസിക് ഒക്കെ കൂടെ കലർന്ന ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിക്കൽ സിസ്റ്റം ആണ് ഖവാലി. അത് ഒരു സൂഫി ഡിവോഷണൽ മ്യൂസിക്കിന്റെ ഒരു സബ് ജനർ ആയിട്ടാണ് ഖവാലിയെ കണക്കാക്കുന്നത്. ഇത് ടർക്കി, പേർഷ്യൻ, അറബിക് എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ഇന്ത്യൻ സിംഗിങ് ട്രഡീഷനിലാണ് അദ്ദേഹം ഖവാലി ക്രിയേറ്റ് ചെയ്തത്. പിന്നീട് രണ്ടാമത്തെ ഒരു മ്യൂസിക് കോൺട്രിബ്യൂഷൻ ആണ് അദ്ദേഹത്തിന്റെ സിത്താർ എന്ന് പറയുന്നത്. സിത്താർ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ് ആണ്. അതും ഏറ്റവും കൂടുതലും ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ബാൻഡ് ആയിട്ട് അറിയപ്പെടുന്നതാണ് സിത്താർ. അപ്പൊ അത് ഒറിജിനേറ്റ് ചെയ്തത് മിഡിൽ ഈസ്റ്റിലാണ്. മിഡിൽ ഈസ്റ്റിൽ ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടുവെങ്കിൽ പോലും ഒരു 16th സെഞ്ചുറി ഒക്കെ ആയപ്പോൾ മുഗൾസ് ആണ് അത് ഇന്ത്യയിലേക്ക്, അതായത് സിത്താറ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. മിഡിൽ ഈസ്റ്റിലാണ് അത് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത്. മുഗൾ ആണ് അത് ഒരു 16th സെഞ്ചുറി ആയപ്പോഴേക്ക് ഇന്ത്യയിലേക്ക് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ തരാന എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കമ്പോസിഷൻ ഹിന്ദുസ്ഥാനിയാണ്. ഹിന്ദുസ്ഥാനിയിലെ ഒരു ടൈപ്പ് ഓഫ് കമ്പോസിഷൻ ആണ് തരാന. തരാനയിലും അദ്ദേഹം റെക്കഗ്നിഷൻ കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഇതൊരു ക്ലാസിക്കൽ മ്യൂസിക് ആണ്. ഇത് അദ്ദേഹം ഗോപാൽ നായിക്കിന്റെ പെർഫോമൻസിൽ ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ഒരുപാട് ശ്രമിച്ചിരുന്നു. അങ്ങനെ ഗോപാൽ നായിക്കിനെ ഒരുപാട് കാലം ഒബ്സർവ് ചെയ്ത് അത് ഇമിറ്റേറ്റ് ചെയ്യാനും അദ്ദേഹം ട്രൈ ചെയ്തിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് തരാന എന്നുള്ള ഒരു മ്യൂസിക്കൽ സിസ്റ്റം, ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക്കൽ സിസ്റ്റം അദ്ദേഹത്തിന് കമ്പോസ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ മെയിൻ ആയിട്ട് അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഖവാലി എന്നാണ്. അതും ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ആണ്. അത് തബല, ഗിത്താർ, ധരാന ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിക്കൽ സിസ്റ്റം ആണ് ഖവാലി. പിന്നീട് അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നതാണ് തരാന ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക്കൽ സിസ്റ്റം ആണ്. സീതാറും അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ക്ലാസിക്കൽ മ്യൂസിക്കിലേക്ക്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.